നമസ്കാരം. അതെ അതെ അതെ. ഞാൻ സ്വന്തമായിട്ടാ. എന്റെ പേരിലാണ് കറണ്ടിന്റെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, എന്റെ ബില്ലടയ്ക്കുന്നതെല്ലാം ഞാനാണ്. പിന്നെ ഇവോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ അവർക്ക് കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ പേരിലാണ് വരുന്നത്. നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത് നമ്മൾ തന്നെ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇവോക്കിൻ്റെ സഹായം മറ്റുള്ളവരെ നോക്കിയപ്പോൾ ഏറ്റവും ബെറ്റർ ഇവോക്കായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അവർക്കൊരു ബേസ് ഉണ്ട്. അപ്പോൾ അവരുടെ 7 ഡയറക്ടേഴ്സ് ഇതിൽ എപ്പോഴും നമുക്ക് എല്ലാ സഹായവുമായിട്ട് കൂടുണ്ട്. പിന്നെ കസ്റ്റമർ കെയർ അതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് സപ്പോർട്ടാണ്. എപ്പോൾ വിളിച്ചാലും വണ്ടി ചാർജ് ചെയ്തല്ലാതെ അവർ വിടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് 100% ഓക്കെ ആയി ഇവോക്ക്. ഞാനിപ്പോൾ ഏതാണ്ട് 1.5 വർഷത്തോളം ആവുന്നു. പ്രോഫിറ്റ് എനിക്ക് ആദ്യകാലങ്ങളിൽ ഇവിടെ ഈ ഹൈവേ പണിയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ എല്ലാം മാറി എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇവോക്ക് നോക്കുന്നുണ്ട്. നമ്മൾ എപ്പോൾ ബന്ധപ്പെട്ടാലും എല്ലാ സപ്പോർട്ടും വരും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതൊരു വലിയ ഭാരമായിട്ട് തോന്നിയതൊന്നുമില്ല. നമുക്കൊരു നല്ല ബിസിനസ്സായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം താമസിയാതെ തന്നെ ഞാൻ ഹൈവേയിൽ വേറെ ഒരു ഗണ്ണുള്ള 2 ഗണ്ണിന്റെ ഒരു മെഷീനൂടെ വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇവോക്കിനെ തന്നെ ഏൽപ്പിക്കുന്നത്. കസ്റ്റമർ കെയർ സർവീസ് നല്ല സപ്പോർട്ടാണ്. കസ്റ്റമർ കെയർ 24 മണിക്കൂർ നമുക്ക് സപ്പോർട്ടാണ്. പിന്നെ ഇവോക്കിന്റെ ഡയറക്ടേഴ്സ് 7 പേരും ഏത് സമയമായാലും നമുക്ക് അവൈലബിൾ ആണ്. അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MDയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വാഷ്റൂം കാര്യങ്ങളുണ്ട്. ഒരു ഹോംലി അപ്പിയറൻസ് ആണ് വന്നു കഴിഞ്ഞാൽ. ഞാനിവിടെ കൊട്ടിയത്തുനിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് പോപ്പുലർ ഹുണ്ടായുടെ തൊട്ടടുത്താണ് ഇത് സ്ഥാപനം നടത്തുന്നത്. ഞാൻ അതിലെല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പറയുകയുണ്ടായി ഇതുമായിട്ട് മുന്നോട്ട് വരുന്നവർക്ക് ഇവോക്കത്തിനെ തന്നെ സമീപിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെതായ കാരണം? അതിന് കാരണമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പല കമ്പനികളെയും സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഈ തുടക്കം നന്നാക്കാൻ ഏറ്റവും നല്ലത് ഇവോക്ക എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പേരിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയാലും ബില്ലായാലും പൈസ വരുന്നതും എല്ലാം നമ്മുടെ പേരിലാണ്. മറ്റ് കമ്പനികളൊന്നും അങ്ങനല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവോക്ക് തന്നെ സെലക്ട് ചെയ്യേണ്ടി വന്നത്. നാളെ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. അപ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ ഈ പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് എന്താണ് സാറിന് കൊടുക്കാനുള്ളത് ഉപദേശം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ്സിന് ഏറ്റവും പറ്റിയത് ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു ചാർജിന് ശേഷം തുടങ്ങുന്നതായിട്ട് എനിക്ക് ഈ 1.5 വർഷത്തിനിടയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്നവരും ഇവോക്കിനെ തന്നെ ആശ്രയിച്ച് ഇത് വെക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് വളരെ ലാഭകരമായ ഒരു ബിസിനസ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു.